ഭാരതാംബ ചിത്ര വിവാദത്തിൽ എക്സിലും പോര് തുടർന്ന മന്ത്രിയും ഗവർണറും. ഭാരതാംബയെ മാറ്റില്ല എന്ന തലക്കെട്ടിൽ ഗവർണറുടെ പോസ്റ്റിന് മറുപടിയുമായി വി ശിവൻകുട്ടി എത്തി. ഭരണഘടനയ്ക്കൊപ്പം നിലകൊള്ളുന്നു എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ശിവൻകുട്ടിയുടെ ചിത്രം കൂടി ചേർത്തായിരുന്നു ഗവർണറുടെ പോസ്റ്റ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗവർണർ സർക്കാർ പോര് അതിപ്പോൾ എക്സിലേക്ക് കൂടി നീങ്ങിയിരിക്കുകയാണോ? തീർച്ചയായും ദിവ്യ, എന്തായാലും നേരിട്ട് രാജ്ഭവനിലെത്തിയാണ് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിമർശനം മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്ക് മുമ്പിൽ തന്നെ അവതരിപ്പിക്കുകയും അവിടുന്ന് പരിപാടി ബഹിഷ്കരിച്ച് തിരിച്ചു വരികയും ചെയ്ത് തിരിച്ചെത്തിയ ശിവൻകുട്ടി മീഡിയ വണ്ണോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തി കടുപ്പിച്ചായിരുന്നു ആ വിമർശനം എന്നുള്ളത്. എന്തായാലും അതിനുശേഷം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ കൂടുതൽ വിമർശനവുമായി രംഗത്തെത്തി. ആ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ഗവർണർ എക്സിൽ, സമൂഹമാധ്യമമായ എക്സിൽ മന്ത്രിയുടെ കൂടി ചിത്രം വെച്ചുള്ള പോസ്റ്റ് ഇട്ടത്. ഭാരതാംബ എന്ന ചിത്രം മാറ്റില്ല എന്നാണ് ഗവർണർ ആ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും അടിത്തറയാണ് ഭാരതാംബ എന്നാണ് ആ പോസ്റ്റിൽ ഗവർണർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന് തൊട്ട് താഴെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. അതിന് റിപ്ലൈ ആയി തന്നെ വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെയും നീതിയുടെയും സമത്വത്തിന്റെയും അടിത്തറ അത് ഭരണഘടനയാണ് എന്ന് ഗവർണറെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് നിലവിൽ വി ശിവൻകുട്ടി ഗവർണറുടെ എക്സ്പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്നത്. ഭാരതാംബയെ മാറ്റില്ല എന്ന ഗവർണർ എക്സിൽ പ്രതികരിക്കുമ്പോൾ സർക്കാരുമായി പോര് തുടരാൻ തന്നെയാണ് ഉദ്ദേശം, അങ്ങനെ തന്നെയാണ് തീരുമാനം എന്നുകൂടിയില്ലേ വിജിൻ? തീർച്ചയായും ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒന്നും CPM മന്ത്രിമാർ പ്രത്യക്ഷമായ ഒരു അഭിപ്രായത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ പരിപാടിക്ക് ക്ഷണിക്കുകയും അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടാവുകയും അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധവും വിമർശനവും ഉയർത്തി ബഹിഷ്കരിച്ച് തിരിച്ചു വരികയും ചെയ്തതിന് ശേഷം കൂടുതൽ കടുപ്പിക്കാനുള്ള നിലപാടാണ് നിലവിൽ എന്തായാലും സർക്കാർ തന്നെ തീരുമാനിക്കുന്നത്. ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPMന്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെ ഉയർത്തിപ്പിടിച്ച് ഗവർണർക്ക് കീഴടങ്ങേണ്ടത് ഇല്ല എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമാവുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾക്ക് തൊട്ട് പിന്നാലെയാണ് ഈ രാജ്ഭവനിൽ നടന്ന പരിപാടി ബഹിഷ്കരിച്ച്, പ്രോട്ടോകോൾ പോലും നോക്കാതെ ബഹിഷ്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടി പുറത്തേക്കിറങ്ങി വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് മന്ത്രിമാർ എല്ലാം ഗവർണർക്കെതിരെ ഈ വിഷയത്തിൽ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക, ഗവർണർ ഭാരതാംബയുടെ ചിത്രവുമായി പൊതുപരിപാടികളിൽ എത്തിയാൽ അത് ബഹിഷ്കരിക്കുക, ഗവർണർ പങ്കെടുക്കുന്ന പുറത്തെ രാജ്ഭവന് പുറത്തെ പരിപാടികളിൽ ഇത്തരം നടപടികൾ തുടരാനാണ് നീക്കമെങ്കിൽ അതിനെ പൂർണ്ണമായും ശക്തമായും എതിർക്കുക എന്നുള്ള നിലപാടാണ് നിലവിൽ ഇപ്പോൾ CPMഉം ഒപ്പം തന്നെ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നിലവിൽ CPM മന്ത്രിമാർക്കുൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ വി ശിവൻകുട്ടിയുടെ കടുത്ത അഭിപ്രായത്തിനും പ്രതിഷേധത്തിനും ഒക്കെ പിന്നാലെ മന്ത്രിമാർ ശക്തമായി ഗവർണറെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ ആ നിലപാട് തുടരുമെന്നുള്ളതാണ്. ഗവർണർ അതിനുശേഷം മറ്റൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വിവാദത്തിൽ പരസ്യ പ്രതികരണം പോര് എന്നതിലപ്പുറം ഇപ്പോൾ എക്സിലും പോര് തുടരുകയാണ്, നടത്തുകയാണ് ഗവർണറും അതുപോലെ തന്നെ മന്ത്രിയും.